Hi, welcome all. Now we are going to discussing about the ninth standard chemistry chapter 1 structure of atom part 2. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ആറ്റം എന്നും എന്താണ് മോളിക്യൂൾസ് എന്നും എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസ് ഡിഫർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നും പിന്നെ ഫൈനലി എന്താണ് സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്നും നോക്കി. Then in this part we are discussing about the discharge tube experiment and the discovery of electrons. അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്താണെന്നും മാത്രമല്ല അതുവഴി ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടേക്ക് പേജ് നമ്പർ 8. അപ്പോൾ അതിൽ ആ ഒരു ഹെഡിങ്ങിന് താഴായിട്ട് കൊടുത്തിട്ടുള്ള സെക്ഷൻ്റെ മീനിങ് ആദ്യം പറയാം. അതായത് 1875 വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അദ്ദേഹം അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പം ആദ്യം അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു. ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് വശത്തും ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്ത് വെച്ചു. ശേഷം ഹയർ വോൾട്ടേജിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്തു. ശേഷം അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പം കണ്ട ഒബ്സർവേഷൻസ് ആണ് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു പാരഗ്രാഫ് വായിക്കാം. In 1875, William Crookes, the physicist, conducted experiments by passing electricity at high voltage through a glass tube in which both sides are fixed with metal plates as electrode. അതായത് അദ്ദേഹം ഗ്ലാസ് ട്യൂബ് എടുത്ത് രണ്ട് ഭാഗത്ത് ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ഹയർ വോൾട്ടേജിൽ അദ്ദേഹം അതിലേക്ക് എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ താഴെ തന്നിട്ടുണ്ട്, ഫിഗർ 1.1. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാരഗ്രാഫിൻ്റെ ഒരു സമ്മറി ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശേഷം നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പാരഗ്രാഫ് റീഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റീനെ ഒരു നോർമൽ പ്രഷറിൽ പാസ് ചെയ്യിപ്പിക്കില്ല. അപ്പം നമുക്കത് കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്യൂബിനെ സ്ലോലി എന്താക്കിയിട്ട് മാറ്റുക, ഇവാക്വേറ്റഡ് ആക്കിയിട്ട് മാറ്റുക. അതായത് അതിലുള്ള എയറിന് എന്ത് ചെയ്യുക, ഗ്രാജ്വലി നമ്മൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ട്യൂബിനെ ഇവാക്വേറ്റഡ് ആക്കുമ്പം അതുകൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് നമ്മൾ നോട്ട് ചെയ്തു. ദെൻ ലേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ്സ് പെർഫോറേറ്റഡ് ആണ്. പെർഫോറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പെർഫോറേറ്റഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്സ് അവിടെ യൂസ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു ഗ്ലാസിൻ്റെ പുറകിൽ നമ്മൾ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറകിൽ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ യെല്ലോ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഗ്ലോ വാസ് ഒബ്സർവഡ്. ആ ഒരു കളർ നമുക്കവിടെ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനൊരു ഗ്ലോ അവിടെ ഒബ്സർവ് ചെയ്യാനുള്ള കാരണം എന്താണെന്നായി അടുത്ത ഡിസ്കഷൻ. അപ്പം നമുക്കറിയാം ആ ഒരു ഗ്ലാസ് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസിൻ്റെ ബാക്കിൽ ഗ്രീൻ ഗ്ലോ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ആ ഗ്ലോ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാഥോഡിൽ നിന്നുള്ള റേസ് ആണ് അതിനുള്ള കാരണമെന്ന് അവർ നോട്ടീസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഗ്ലോക്ക് കാരണമായിട്ടുള്ള ആ ഒരു കാഥോഡിൽ നിന്ന് വന്നിട്ടുള്ള റേസിനെയും നമ്മൾ കാഥോഡ് റേസ് എന്ന ലേറ്റർ എന്താണ് അറിയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് കാഥോഡ് റേസിനെ കണ്ടെത്തിയതും അതുവഴി ഇലക്ട്രോൺസിനെ കണ്ടെത്തിയതൊക്കെ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുള്ളൂ. അപ്പം അതിൻ്റെ എന്താണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷനാണ് ഞാനിപ്പോൾ ആദ്യം തന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യാം. സോ ടേക്ക് പേജ് നമ്പർ 8. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വായിച്ചു. ഇനി ആ ഫിഗറിൻ്റെ താഴെയുള്ളത്. As air is an insulator, electricity doesn't pass through the air in the tube at the normal pressure. അതായത് എയർ ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിനെ അതിൽ കൂടെ എന്തെങ്കിലും ഒരു നോർമൽ പ്രഷറിൽ പാസ് ചെയ്യിപ്പിക്കില്ല. സോ ബട്ട് വെൻ ദ ട്യൂബ് വാസ് ഇവാക്വേറ്റഡ് ഗ്രാജ്വലി, പക്ഷെ നമ്മൾ ആ ഒരു ട്യൂബ് എന്താണ് ഇവാക്വേറ്റഡ്, അതായത് അതിലുള്ള എയറിനെ നമ്മൾ സ്ലോ ആയിട്ട് ഗ്രാജ്വലി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് സീൻ ദാറ്റ് ദ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ്. നമുക്ക് കാണാൻ കഴിയും അതിൽ കൂടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. When a perforated positive electrode was used, perforated positive electrode എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഹോൾസ് ഉള്ള പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. എ ലൈറ്റ് ഗ്രീൻ ഗ്ലോ വാസ് ഒബ്സർവ്ഡ് ഓൺ ദ സിങ്ക് സൾഫൈഡ് കോട്ടഡ് ഗ്ലാസ് വാൾ ബിഹൈൻഡ് ഇറ്റ്. അതായത് എന്താണ്, ഗ്ലാസിൻ്റെ പുറകിൽ കോട്ട് ചെയ്തിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസിൻ്റെ പുറകിൽ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ ഒബ്സർവ് ചെയ്തു.
ആൻഡ് ദ ഗ്ലോ ഈസ് ഡ്യൂ ടു ദ റേസ് എമിറ്റഡ് ഫ്രം ദ കാഥോഡ്. അപ്പോൾ ഈ ഗ്ലോ എന്ന് പറയുന്നത് ആ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള റേസ് കാരണം, അതായത് ആ ഒരു രശ്മികൾ കാരണമാണെന്ന് അവർ നോട്ടീസ് ചെയ്തു. അപ്പോൾ ദീസ് റേസ് കെയിം ടു ബി നൗൺ ആസ് കാഥോഡ് റേസ്. അങ്ങനെ ഈ ഒരു റേസിന് കാഥോഡ് റേസ് എന്ന് ലേറ്റർ എന്ത് ചെയ്തു അറിയപ്പെട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പാർട്ടിൽ പറയുന്നത് നമുക്ക് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. ഏതെല്ലാമാണ് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻ്റ് ബേസ് ചെയ്തിട്ട് അതിലുള്ള സർട്ടൻ ഒബ്സർവേഷൻസ് വെച്ചിട്ട് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു 4 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, മസ്റ്റായിട്ടും അതിൻ്റെ ആ ഒരു കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് വിത്ത് ദെയർ ക്യാരക്ടർ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. സോ ടേക്ക് പേജ് നമ്പർ 9 ആൻഡ് ലുക്ക് ദ ഹെഡിങ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. കാഥോഡ് റേസിൻ്റെ മെയിൻ ആയിട്ടുള്ള, അതായത് പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റത്തെ പോയിന്റ് റീഡ് ചെയ്യാം. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപ്പാക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പം ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, സർട്ടൻ ഷാഡോസ് നമുക്ക് കാണാൻ കഴിയും. ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ, നിഴലുണ്ടാവും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, അതായത് നേർരേഖയിലാണ് ട്രാവൽ ചെയ്യുന്നത്, കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഒരു കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷാഡോ നമുക്ക് കാണാൻ കഴിയും. വിത്ത് ഇൻഡിക്കേറ്റിംഗ് അത് ഉദ്ദേശിക്കുന്നത് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് എന്നുള്ള ആ ഒരു ഒബ്സർവേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് കിട്ടിയില്ലേ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. Then look on the point second. If a small paddle wheel is placed in the path of the cathode rays, it rotates. Thus, we can understand the particles in the cathode rays have mass. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നമ്മൾ ഈ ഒരു കാഥോഡ് റേസിൻ്റെ പാത്തിൽ നമ്മൾ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട്, അതായത് വളരെ കനം കുറഞ്ഞ പാഡിൽ വീൽ, അതായത് ചെറിയ ഇതളുകളുള്ള ഒരു ചക്രം വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ നമ്മളൊരു സ്മോൾ ആയിട്ട്, അതായത് വളരെ ചെറിയ പാഡിൽ വീൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദ കാഥോഡ് റേസ് ഹാവ് മാസ്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് അത് സൂചിപ്പിക്കുന്നത് കാഥോഡ് റേസിന് ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിൽക്കുകയെങ്കിൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അത് സ്റ്റാർട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ ഒരു മാസ് ഉണ്ട് എന്നുള്ളതല്ലേ. അപ്പം അതാണ് സെക്കൻഡ് പോയിന്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ പോയിന്റിൽ നമ്മളൊരു ഒപ്പാക് ഒബ്ജക്റ്റ് വെച്ചു, ഷാഡോ കണ്ടു, അപ്പോൾ നമുക്ക് മനസ്സിലായി കാഥോഡ് റേ പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. രണ്ടാമത്തെ പോയിന്റിൽ ആ ഒരു കാഥോഡ് റേൻ്റെ പാത്തിൽ തന്നെ നമ്മളൊരു പാഡിൽ വീൽ കൊണ്ടുവച്ചു, അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ വിച്ച് ഇൻഡിക്കേറ്റിംഗ് കാഥോഡ് റേസ് ഹാവ് മാസ്. ദെൻ തേർഡ് പോയിന്റ് നോക്കാം. When an electric field is applied on both sides of the rays, they are found to be attracted towards the positive side. From this, we can infer that the cathode rays have negative charge. അതായത് കാഥോഡ് റേസിൻ്റെ പാത്തിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ കാഥോഡ് റേസ് പോസിറ്റീവ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സംഭവം ഒരു പാർട്ടിക്കിൾസ് പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നെഗറ്റീവ് ആയിക്കാരം അല്ലേ. നമുക്കറിയേണ്ടതാണ് പോസിറ്റീവ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും. എപ്പോഴാണ് അട്രാക്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ചാർജസ് വരുമ്പോഴാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് കാഥോഡ് റേസ് വരാമെന്ന് പറയുമ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ കാഥോഡ് റേസിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെയുള്ള കാഥോഡ് റേസ് പോസിറ്റീവ് സൈഡിലേക്കാണ് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തേർഡ് പോയിന്റും ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The path of the cathode rays gets deflected in the magnetic field also. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലും കാഥോഡ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് ഇവർ എന്ത് ചെയ്തു, നോട്ടീസ് ചെയ്തു. അതിന് താഴെയുള്ള പാരഗ്രാഫ് നോക്കുക.
The properties of the cathode rays do not change on changing the gas inside the tube or the metals with which electrons are made. അതായത് ആ ഒരു ട്യൂബിനുള്ളിലുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു മെറ്റൽ അതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ഈ കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതായത് ഏത് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഏത് മെറ്റൽസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതായത് ഇലക്ട്രോൺസ് ഏത് മെറ്റൽസ് വെച്ച് കഴിഞ്ഞാലും കാഥോഡ് റേസ് എപ്പോഴും എന്താണ് സെയിം പ്രോപ്പർട്ടി തന്നെയാണ് കാണിക്കുന്നത്. This indicates that the particles in the cathode rays are present in all substances. അതായത് കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസ് ഓൾമോസ്റ്റ് എല്ലാ സബ്സ്റ്റൻസിലും പ്രസൻ്റ് ആണ്. അപ്പം ഈ ഒരു പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദസ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഇലക്ട്രോൺസ്. അതിനുശേഷം അതിൽ ജെ തോംസനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് റേഷ്യോ ഓഫ് ദി ഇലക്ട്രിക് ചാർജ് ടു മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ വാസ് ഡിറ്റർമൈൻഡ് ബൈ ജെ തോംസൺ. അതായത് ജെ തോംസന് ഇലക്ട്രോൺസിൻ്റെ മാസും അതുപോലെ തന്നെ ചാർജും തമ്മിലുള്ള റേഷ്യോ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെ തോംസൺ ഈ ഒരു റേഷ്യോ ഡിസ്കവർ ചെയ്യുന്നതോടെ ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. അപ്പം ആദ്യത്തെ ഒരു അറിവിൽ അക്കോർഡിംഗ് ടു ഡാൾട്ടൺ തിയറി പ്രകാരം ആറ്റായിരുന്നു ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ എന്ത് മനസ്സിലായി, കാഥോഡ് റേസ് ഉണ്ട്, കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പം എന്ത് മനസ്സിലായി, ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അറിവ് ഈ ജെ തോംസൻ്റെ എന്താണ് ചാർജ് ടു മാസ് റേഷ്യോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിന്ന്, അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്. അതായത് ഇലക്ട്രോണിന് മാസ് ഉണ്ട് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തത് എങ്ങനെ, അതായത് തെളിയിച്ചത് എങ്ങനെ. അപ്പോൾ നമ്മളതിൽ എന്താണ് സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ട് അല്ലേ, സെക്കൻഡ് പോയിന്റിൽ പറയുന്നുണ്ട്. അതായത് കാഥോഡ് റേസിൻ്റെ പാർട്ടിൽ നമ്മളൊരു സ്മോൾ പാഡിൽ വീട് പ്ലേസ് ചെയ്തു. അറ്റ് ദാറ്റ് ടൈം വി നോട്ടീസ് ദാറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റിംഗ് ആൻഡ് വി നോട്ടീസ് ദാറ്റ് കാഥോഡ് റേസ് ഹാവ് മാസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ്. അതായത് കാഥോഡ് റേസിൻ്റെ പാത്തിൽ നമ്മളൊരു ഒപ്പാക് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷാഡോ ഉണ്ടാവും. അതായത് ഷാഡോ ഉണ്ടാവും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം അതിന് നിഴലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്താണ് കൺക്ലൂഡ് ചെയ്തത് എന്തായിരുന്നു, കാഥോഡ് റേസ് ട്രാവൽ ഇൻ ആൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അതായത് കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നത് എന്ന ആ ഒരു ഒബ്സർവേഷനാണ് അതിന് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. അപ്പോൾ ആദ്യം എന്താണ് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ്, അതിൻ്റെ കണ്ടീഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതിൽ ആ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഒബ്സർവേഷൻസും കാര്യങ്ങളും നോട്ട് ചെയ്യാം. ശേഷം നമ്മൾ അതിൽ നിന്ന് ചെയ്തു ആ 2 ക്വസ്റ്റ്യൻസ് നോക്കി. പിന്നെ ആ ജെ തോംസൻ്റെ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജ് ടു മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ അതും എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്യുക. So it's time to conclude our part 2 video. And in our next part we will discussing about the proton. നമ്മളുടെ ഈ ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോൺ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഡിസ്കവറിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പറഞ്ഞു. അപ്പം അടുത്തൊരു സബറ്റോമിക് പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. അപ്പം പ്രോട്ടോൺ എങ്ങനെയാണ്, അപ്പം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മോഡൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിസ്കവറി എങ്ങനെയാണ് വന്നത്, അപ്പം റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് എന്താണ്, ഫോളോവിങ് ഡീറ്റെയിൽസ് വി വിൽ ഡിസ്കസിങ് അബൌട്ട് ഇൻ ദ നെക്സ്റ്റ് part 3. If you have any doubt, then put them into the comment box and share this video to your friends. To get more videos like this, please like, share and subscribe our channel. Thank you for watching.